إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടെ ഈമാനോടുകൂടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഫുസ്സിലത്തിന്റെ തുടക്ക ഭാഗത്തുള്ള 2 വചനങ്ങളാണ് ഓർമ്മയിൽപ്പെടുത്തിയത്. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കാണ് മഹാനാശം. ഇവിടെ മുശ്രിക്കാര് എന്ന് ഖുർആൻ പറയുന്നത് അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം നിഷേധികളുമാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ, ഈമാനും അമലു സ്വാലിഹാത്തുകളുമുള്ള ആളുകൾക്ക് അണമുറിയാത്ത പ്രതിഫലമുണ്ട്. ഇതാണ് ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. പ്രിയപ്പെട്ടവരെ, സുഭിക്ഷവും സുരക്ഷിതവുമായ ഒരു സമൂഹ നിർമ്മിതിക്ക് ഇസ്ലാം നിശ്ചയിച്ച നിർബന്ധമായ ഒരു ആരാധനാ കർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എല്ലാ വർഷത്തിലും നമ്മൾ സക്കാത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം മുസ്ലിം ലോകത്ത്
സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു ആ കാലഘട്ടം മുതൽ തന്നെ സക്കാത്ത് നൽകുന്നതിന് തെരഞ്ഞെടുക്കുന്ന മാസങ്ങളിൽ പ്രധാനമായും റമളാൻ വരാറുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം പ്രത്യേകം വിളംബരം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. റമളാൻ ഇതാ അടുക്കുമ്പോഴേക്ക്, റമളാൻ ഇതാ അടുത്തു വരുന്നു, ജനങ്ങളെ നിങ്ങളുടെ സക്കാത്തിന്റെ മാസം വരാൻ പോവുകയാണ്. സക്കാത്ത് ശരിയാം വണ്ണം കണക്ക് കൂട്ടി നൽകാൻ നിങ്ങൾ ഒരുങ്ങുക എന്നാണ് അദ്ദേഹം വിളംബരം ചെയ്യാറുള്ളതായി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. റമളാൻ ആ മാസത്തിൽ തന്നെ സക്കാത്ത് നൽകണമെന്നതിന് നിർബന്ധമില്ലെങ്കിലും ചന്ദ്രവർഷത്തിലെ ഒരു ദിവസം നമ്മൾ അതിന് കണക്കാക്കുമ്പോ അതിന് ഒരുങ്ങാൻ ഏറ്റവും നല്ല സമയം ഇതാണ്. നല്ല സമയം റമളാൻ. വ്യവസ്ഥാപിതമായ രൂപത്തില് കണക്കുകൾ നിശ്ചയിച്ച് സക്കാത്ത് നൽകണം, അതിന് രൂപം കൈവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമാണ്. എന്നാൽ മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെ ചെലവഴിക്കണം അല്ലാഹുവിന്റെ മാർഗത്തിൽ, സമ്പത്ത് നിങ്ങൾ വ്യയം ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ അതില് 177 ആയത്ത് മുതലാണ് നമുക്ക് നിയമപരമായ കാര്യങ്ങൾ വരുന്നത്. അതുവരെയുള്ള ആയത്തുകൾ ഏതാണ്? പിന്നെ ഈമാന്, കുഫ്ർ, അതേപോലെ മുനാഫിക്ക്, പിന്നെ കുറെ ഇസ്രായേലിയരുടെ ചരിത്ര സംഭവങ്ങള്, അതിനൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് 177 ബഖറയിലെ ആയത്ത് പറയുന്നത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഅരിബ്. ഈ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ മുഖം തിരിക്കല് അല്ല പുണ്യം എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈമാനും അമലു സ്വാലിഹാത്തുകളും പറഞ്ഞുതരാണ്. ആ പറയുന്നതിന്റെ ഭാഗത്ത് നമുക്ക് കാണാം ആ ആയത്തിൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ വബ്നസ് സബീൽ വസ്സായിലീൻ എന്ന് വെച്ചാൽ സക്കാത്തിൽ വിശദീകരിക്കുന്ന ഏതാനും വിഭാഗങ്ങളെ ആദ്യമായി തന്നെ എന്ത് ചെയ്യാണ്, മക്ക കാലഘട്ടത്തിൽ തന്നെ വിശദീകരിക്കുകയാണ്. നിങ്ങളുടെ ധനം ഇഷ്ടത്തോടുകൂടെ തന്നെ എന്ത് ചെയ്യണം. പണത്തിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ലോകത്തുണ്ടാകില്ലല്ലോ. എനിക്ക് പൈസനോട് ഒരു ഇഷ്ടമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിലെവിടെ ഒരു ഹക്കുണ്ടാവൂലല്ലോ, പക്ക കളവാണത്. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ധനത്തിനെ ഇഷ്ടപ്പെടുക. ആ ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം, യതീമുകൾക്ക് കൊടുക്കണം, മിസ്കീന്മാർക്ക് കൊടുക്കണം, ഇബ്നു സബീലിന് കൊടുക്കണം, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കണം. വസ്സായിലീന, ഇതൊക്കെ ഏതാണ് ഗണമെന്ന് അതിന്റെ വിഭാഗങ്ങളെ നമുക്ക് ബയാൻ ചെയ്യാം ഇന്നല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ. അപ്പൊ ആയത്തിൽ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ആയത്തിന്റെ അവസാനം പറയണമെന്നറിയാം, വഫിർ റിഖാബി, അടിമമോചനത്തിന് കൊടുക്കണം, വഅഖാമസ്സലാ വആതസ് സക്കാത്ത്. അവിടെയാണ് പിന്നെ നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ സക്കാത്തിന്റെ മുമ്പേ നിങ്ങൾ ധനം ചെലവഴിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സൂറത്തുൽ ബഖറയിൽ കുറച്ചും കൂടി കഴിഞ്ഞ് 215 ആയത്തിൽ പറയുന്നുണ്ട് യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത് റസൂലേ എന്ന് ഈ ജനം നിങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട്. ഖുൽ അൻഫഖ്തും ഫീ ഖൈരിൻ മിൻ ഖൈരിൻ ഫലിൽ വാലിദൈൻ വൽ യതാമാ വൽ മസാകീൻ വബ്നസ് സബീൽ വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അവിടെ പറഞ്ഞത് എന്തറിയോ, എന്ത് ചെലവഴിക്കണം ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവഴിക്കേണ്ടത് ആദ്യം നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, പിന്നെ യതീമുകൾ, മിസ്കിന്മാർ, ഇങ്ങനെ പറയാം. ഞാൻ എന്തിനങ്ങളോട് ഉണർത്തിയെന്ന് ചോദിച്ചാൽ, എല്ലായിടത്തും സമ്പത്ത് വിനിമയം ചെയ്യണമെന്ന്, ചെലവഴിക്കണമെന്ന് ദീന് നമ്മളോട് ഉണർത്തുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നിങ്ങൾ താഴോട്ട് ഇങ്ങനെ വന്നു നോക്കിയാല് പിന്നെ ഇസ്രായേൽ കാണാം,
അതേപോലെ ദാരിയാത്തിൽ കാണാം, സൂറത്ത് മആരിജിൽ കാണാം. എല്ലായിടത്തും ചെലവഴിക്കണമെന്ന് പറയുന്നുണ്ട്. വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം വല്ലദീന ഹും ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. മആരിജിൽ അങ്ങനെയാണ്. സൂറത്ത് ദാരിയാത്തിൽ പറയുന്നത് വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവർക്ക്, ജീവിത വിഭവങ്ങൾ തടയപ്പെട്ടവർക്കൊക്കെ നിങ്ങളുടെ സ്വത്തിൽ ഒരു അറിയപ്പെട്ട വിഹിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ തന്റേതല്ല എന്നൊരു ബോധം ഖുർആൻ നമ്മുടെ മനസ്സിൽ ആദ്യം ഇട്ടുതരികയാണ്. മക്കളിന്റെ കൂടെ വരണം കേട്ടോ. ഒരു മയക്കവും ഇല്ലാതെ നല്ല ബോധത്തോടുകൂടി കേൾക്കേണ്ട ആയത്തുകളും സംഗതികളുമാണ് ഈ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ചിലപ്പോ കഥ കേൾക്കണ ഫീൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെ തടിമ കുറച്ചും കൂടി കൊള്ളേണ്ടുന്ന സംഗതി ആയതുകൊണ്ട് എന്റെ പണം, എന്റെ ഇഷ്ടം, എനിക്ക് തോന്നുന്ന വിധത്തിൽ ഞാനത് വ്യയം ചെയ്യും, നിങ്ങൾ ചോദിക്കാൻ ആരാണ് എന്നൊരു തോന്നൽ ഒരു പക്ഷേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വരാം. ഈ ചിന്ത ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല. എന്റെ കയ്യിലുള്ള സ്വത്ത് എനിക്ക് മാത്രമല്ല, മറ്റ് കുറെ പേർക്ക് കൂടി ഇതിൽ അവകാശമുണ്ട് എന്ന ബോധമാണ് നമുക്ക് വരേണ്ടത്. അതിനാദ്യം വരേണ്ടതറിയോ, അല്ലാഹു അവന്റെ സ്വത്ത് നമുക്ക് വീതിച്ചു തന്നിരിക്കുകയാണ്. പൈസ പറയുന്നിടത്ത്, പണം പറയുന്നിടത്ത് അള്ളാഹ് പറയണെന്തറിയാം, അള്ളാഹുവിന്റെ മുതലിൽ നിന്ന് അവൻ നിങ്ങൾക്ക് തന്നു, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. എന്താണ് അങ്ങനെ പറയുന്നത്? യഥാർത്ഥ സ്വത്തിന്റെ ഉടമ അള്ളാഹുവാണ്. പിന്നെ ഇവിടത്തെ നിലനിൽപ്പിന് നമുക്കത് തന്നതാണ്. ഇതൊന്നും എവിടെയും പോകുന്നില്ല. നേരെ മനസ്സിലാക്കണം, ഈ പണം എവിടെയും പോകുന്നില്ല. മറിച്ച് കാലാകാലങ്ങളായി ഈ സ്വത്ത് ഇവിടെ തന്നെ നിലനിൽക്കുന്നതാണ്. ഈ സ്വത്തിന്റെ വരുമാനം കുറെ കാലം ഞാനെടുക്കും, കുറെ കഴിഞ്ഞാൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ വേറുള്ള ആളുകൾ എടുക്കും, അല്ലേ? ഉള്ള വിഭവങ്ങൾ ഇവിടെ നിലനിൽക്കുകയും കൈകാര്യം ചെയ്യുന്നവർ മാറി മാറി വരികയും ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ വീടിന്റെ ആധാരം ഉണ്ടല്ലോ, നമ്മുടെ പേരിൽ ഇന്നുള്ള സ്വത്ത്, ഈ ആധാരത്തിനൊക്കെ ഒരു അടിയാധാരം ഉണ്ടാവും. എല്ലാവർക്കും അടിയാധാരം ഉണ്ടാവുമല്ലോ. ആ അടിയാധാരം അതാണ്. അതില്ലാതെ നമുക്ക് ഒരു രജിസ്ട്രേഷനും നടക്കൂല. കൈവശാവകാശം കിട്ടണോ? അത് വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഇന്നലെ വരെ വേറൊരാളുടെ പേരിലാണ്, ഇന്ന് നമ്മുടെ പേരിലാണ്, കുറച്ച് കഴിഞ്ഞാൽ അടുത്ത നിമിഷം കഴിഞ്ഞാൽ വേറൊരാളുടെ പേരിലാണ് എന്ന് വെച്ചാൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന ഒരു ചിന്ത അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ വരുമ്പോ എന്തറിയോ, സക്കാത്തിനെ പറ്റിയുള്ള ബോധവും ഇങ്ങനെയാണ് ദീന് നമുക്ക് നൽകുന്നത്. എന്റേതല്ലാത്ത പണം എന്റെ കയ്യിലുണ്ട് എന്ന് മനസ്സറിഞ്ഞ് ബോധ്യപ്പെട്ട ഒരാൾ നൽകുന്നതാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. ഇത് ഉള്ളവന്റെ ഔദാര്യമല്ല, നേരെ തിരിച്ചറിയണം. നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. ഒരു ഭാഗത്ത് അങ്ങനെ പറഞ്ഞു, മറ്റൊരു ഭാഗത്ത് പറഞ്ഞതാണ് വല്ലദീന ഹും ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം. ഒരു നിശ്ചിത അറിയപ്പെട്ട വിഹിതമുണ്ട് ഇന്ന ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ അവകാശമാണ്. ഇത് അള്ളാഹുവിനുള്ള ഒരു ആരാധനയാണെങ്കിലും അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? സമൂഹത്തിലെ പാവപ്പെട്ടവരാണ്. 3 ലക്ഷ്യങ്ങളാണ് സക്കാത്തിനുള്ളത്. ഞാനത് എന്തിനാ പറയുന്നത് വെച്ചാൽ അതിന്റെ ഒരു ആമുഖം മാത്രമാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. 3 ഗുണങ്ങൾ, 3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വളരെ പ്രധാനമായി സക്കാത്ത് നൽകുന്ന വ്യക്തിയുടെ സംസ്കരണമാണ് ദീൻ അതുകൊണ്ട് വളരെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നേരെ നമ്മൾ പഠിക്കുക. എന്തൊക്കെ അറിയോ, എങ്ങനെയാണത് സാധ്യമാകുക? ഇപ്പൊ ഖുർആനില് ആരാധനാ കാര്യങ്ങൾ വിശദീകരിച്ചതിനേക്കാളും പറഞ്ഞത് സാമ്പത്തികപരമായ കാര്യങ്ങളാണ്.
ഇങ്ങനെയാണ് ഇബാദത്ത് നിങ്ങൾ ചെയ്യണം. നിസ്കരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നിസ്കാരത്തിന്റെ രൂപം, അതിന്റെ കൈഫിയത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സമ്പത്തിന്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് അങ്ങനെ അല്ലല്ലോ. അനന്തരാവകാശം മുതൽ പറയുന്നിടത്ത് അതിന്റെ വളരെ പക്ക ബയാനം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അതിന്റെ അവകാശം ഇത്രയാണ് ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട കാര്യം അത് നിങ്ങൾ ഇത്ര കൊടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി സാമ്പത്തിക കാര്യങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല അതിരുകളില്ലാത്ത പ്രതിഫലം ചെലവഴിക്കുന്നവർക്ക് ഖുർആൻ വഅദ ചെയ്യുന്നുണ്ട്. സൂറത്ത് അൽ ബഖറയിലെ 261-ാമത്തെ ആയത്ത്, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഉപമ ഏതുപോലെ എന്നറിയോ? കമസലി ഹബ്ബ, ഒരു ധാന്യമണി പോലെയാണ്. അൻബത്തത്ത്, ആ ധാന്യമണി മുളച്ചു പൊങ്ങിയിട്ട് 7 കതിരുകൾ ഉണ്ടായി. ഒരു നെൽമണി, അതിൽ നിന്ന് 7 കതിര് വന്ന് ഫികുല്ലി സുംബുലത്തിൻ മിയത ഹബ്ബ, ഓരോ കതിരുകളിലും എത്രണ്ണം വന്നു എന്നറിയാമോ? പിന്നെ 100 ധാന്യമണികൾ വന്നു. ഒരെണ്ണം 7 എണ്ണമായിട്ട് മുളയ്ക്കുക, അതിന് 100 എണ്ണം വീതം നെൽമണികളുണ്ട്. എന്ന് വെച്ചാൽ 700 കൂലി ഒരൊറ്റ അടിക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ടോ പിന്നെ പടച്ചോൻ പറഞ്ഞ് അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വീണ്ടും വർദ്ധിപ്പിച്ചിരുന്നു. വെച്ചാൽ ഭയം കൂടുതൽ തരാനില്ല, പിന്നെ അതിരുകളില്ലാത്ത കൂലി അവിടെയുണ്ട്. ചെലവഴിക്കാത്തവനോ എന്റേത് എന്ന് വിചാരിച്ച് നടന്നവനെ അള്ളാഹ് ശിക്ഷിച്ചതുപോലെ ഖുർആൻ വേറൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഒരു തോട്ടക്കാര കഥ, സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ കലം, സൂറത്തു നൂനിൽ ഒരു തോട്ടക്കാരുടെ കഥ പറഞ്ഞു തരുന്നുണ്ട്. വാപ്പ കുടുംബമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് കൊയ്തെടുക്കുമ്പോ പാവങ്ങൾക്ക് കൊടുക്കും. പിൽക്കാലത്ത് മക്കളാണ് കൈകാര്യം ചെയ്യുന്നത്. മക്കളിത് ആർക്കും കൊടുക്കരുത്, നട്ടപ്പാതിരക്ക് നമുക്കിത് കൊയ്തെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ജനം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇത് കൊയ്തെടുക്കാൻ പോയപ്പോഴാണ് അത് വരണ്ട് കടന്ന് കരിഞ്ഞു പോയ മാതിരി കിടക്കുക. അതാണ് അതിന്റെ രത്നച്ചുരുക്കം. എന്നിട്ട് ആ കഥ അവസാനിപ്പിച്ചതെന്നറിയാം. ഖുർആൻ പറയുന്നത് വകദാലിക്കൽ അദാബ്, ദുനിയാവിലുള്ള അദാബ് ഇങ്ങനെയാണ്, വല അദാബുൽ ആഖിറത്തി അക്ബർ, ദുനിയാവിൽ ആഖിറത്തിൽ കിട്ടുന്നത് ഇതിന്റെ എത്രയോ വലുപ്പമാണ് എന്നാണ്. സഹോദരങ്ങളെ, നീട്ടി പറഞ്ഞു തരികയല്ല, ഞാൻ പറഞ്ഞു തരുന്ന കഥകളൊക്കെ നിങ്ങൾ ചേർത്ത് ഇങ്ങനെ വായിച്ചു പോകണം. സക്കാത്ത് നൽകാത്തവനെ അള്ളാഹ് വിളിച്ചത് മുശ്രിക്ക് എന്നാണ്. മുശ്രിക്ക്, മുശ്രിക്ക് എന്ന് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു പേരാ. അള്ളാഹ് വിളിക്കുന്നത് ആ പേരാണ്. ഒരു പറഞ്ഞതറിയാം, മുശ്രിക്കാരാ. നമ്മൾ സാധാരണ മുശ്രിക്ക് എന്ന് പറഞ്ഞാ ശരിക്കും നേരെ പറഞ്ഞ അള്ളയല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന, ബഹുദൈവ വിശ്വാസം സ്വീകരിക്കുന്ന, മരണപ്പെട്ടു പോയ ആളുകളോട് വിളിച്ചേർന്ന ആളുകളെയാണ്. അതേ ഗണത്തിൽ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോയ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹ് എണ്ണുകയാണ്. അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവര് സക്കാത്ത് കൊടുക്കാത്തവർ പരലോക നിഷേധികളാണ് അവരെന്നാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരണം ഉണ്ടാവുക? എന്തിൽ നിന്നൊക്കെയാണ് സക്കാത്ത് കൊടുത്താൽ ശുദ്ധീകരണം ഉണ്ടാവുക? പിശുക്കിൽ നിന്ന്, ആർത്തിയിൽ നിന്ന്, ദൂർത്തിൽ നിന്ന്, ദുരഭിമാനത്തിൽ നിന്ന്, സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന്, അഴിമതി, അനീതി, പൂഴ്ത്തിവെപ്പ്, പലിശ, സകലമാന കുറ്റകൃത്യങ്ങളിൽ നിന്നും പക്ക സാമ്പത്തിക വിശുദ്ധിയുള്ള ആള് അയാൾ രക്ഷപ്പെട്ടിരിക്കും. ആണ് വ്യക്തിപരമായ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ. ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഉള്ള സമയത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നേരെ ഞാൻ ആ ഹദീസ് നേരെ നിങ്ങൾക്ക് പറഞ്ഞുതരേ. അത് നിങ്ങൾ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ വരണം. പിന്നെ അന്നല്ലാഹ ഖദ് ഇഫ്തറല അലൈഹിം സദഖത്തുൻ ഫീ അംവാലിഹിം, നമ്മുടെയൊക്കെ സ്വത്തിൽ അല്ലാഹു സ്വതക്ക നിർബന്ധമാക്കി. സ്വതക്ക എന്ന സക്കാത്തിന്റെ വേറൊരു പേരും കൂടിയാണ്, പിന്നീട് പറഞ്ഞുതരാം. അവരിലെ മുതലാളിമാരിൽ നിന്ന്, സമ്പന്നരിൽ നിന്ന് ഈ സ്വത്ത് നിങ്ങൾ സ്വീകരിച്ച് അത് അവരിലെ തന്നെ ദരിദ്രന്മാർക്ക് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അവരിലെ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളിലെ. അപ്പൊ മുസ്ലിമീങ്ങളിലെ ധനികളിൽ നിന്ന് സ്വീകരിക്കുമ്പോ ഈ സക്കാത്ത് അവരിലെ തന്നെ ആർക്ക് കൊടുക്കണം? ഫക്കീറന്മാർക്ക് കൊടുക്കണം. അതിന് 8 വിഭാഗം പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് കൊടുക്കണം, അവരിലെ ഫുഖറാക്കൾക്ക് കൊടുക്കണം.
ഈ ഹദീസിനെ ബയാൻ ചെയ്തിട്ടാണ് നമ്മൾ സ്വതക്കകളോ മറ്റ് ചാരിറ്റി വർക്കുകളൊക്കെ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കാമെങ്കിലും സക്കാത്ത് വിനിമയം ചെയ്യുമ്പോ അതാർക്കേ വരാൻ പാടുള്ളൂ, അവർ എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഇവർക്ക് മാത്രം അത് എണ്ണി പറയുകയാണ്. അതിൽ ഒരു വിഭാഗം വേറെ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ലാ സക്കാത്ത ഇല്ലാ അലാ ലഹ്രിഹിന, സമ്പന്നതയുടെ പുറത്തല്ലാതെ സക്കാത്തില്ല. ഇത് പറയുമ്പോ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. കുറച്ചൊക്കെ ബാലൻസ് ഉള്ള ആളുകളാണ് സക്കാത്ത് നൽകേണ്ടവര് എന്ന ചിന്ത സ്വാഭാവികമായി നമുക്കൊക്കെ വരാം. അതുകൊണ്ടാണ് ഈ വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞതിനെ സമ്പന്നൻ എന്ന് പറഞ്ഞു നിർത്താതെ അതിന്റെ പരിധിയും പരിമിതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത് വലിയ ധനികനെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും നിസാബ് എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിട്ടുണ്ടാവുക. നിസാബ് എന്താ പറഞ്ഞറിയാം? സ്വർണ്ണായാലും ഡയമണ്ട് അങ്ങനത്തെ നമ്മുടെ കച്ചവട സ്വത്ത് എന്താവട്ടെ, അതിനൊക്കെ കാലി സമ്പത്ത് ഒഴികെ ബാക്കി എല്ലാ വിഭവങ്ങൾക്കും നിശ്ചയിച്ചതെന്താ അറിയാമോ? 596 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ മൂല്യം എത്രയുണ്ടോ അത്ര ക്യാഷ്. ഇന്നിപ്പോ നോക്കിയപ്പോ 340 രൂപയാണ് ഒരു ഗ്രാം വെള്ളിയുടെ വില കണ്ടത്. അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് ഒരു കൊല്ലത്തിൽ നമ്മുടെ അത്യാവശ്യ ചെലവുകൾ കഴിച്ച് നേരിന്റെ കൂടെ കൂട്ടണം കേട്ടോ, പൈസന്റെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. 590 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ അതാണ് നിസാബ്. എങ്ങനെ വരണം? ഒരു വർഷത്തിൽ നമുക്കുള്ള വരുമാനം അതിന്റെ നമ്മുടെ അത്യാവശ്യം വരുന്ന എല്ലാ ചെലവുകളും കഴിച്ച്, ഈ അത്യാവശ്യ ചെലവ് എന്ന് വെച്ചാൽ നമ്മുടെ ചെലവ്, നമ്മുടെ കുടുംബത്തിന്റെ ചെലവ്, നമ്മളുടെ ആശ്രിതരായി വരുന്നത് നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ വരുന്ന ആളുകളുടെ ചെലവ്, നമ്മുടെ വീട്ടുവാടക, അങ്ങനെ വരുന്ന കുറെ സംഗതികളുണ്ട്. കാറ് വാങ്ങിയത് അതിൽ കൂട്ടരുത്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ ചെലവിലല്ല അത് വരിക. അത്യാവശ്യം വരാവുന്ന കുറച്ച് മരുന്നോ കാര്യങ്ങളോ ഈ വരുന്നതൊക്കെ നമ്മൾ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ 590 ഗ്രാം വെള്ളിയുടെ മൂല്യം ഏറെക്കുറെ 2 ലക്ഷത്തോളം രൂപ. ഇങ്ങനെ 2 ലക്ഷത്തോളം രൂപ ഒരു വർഷത്തിൽ എല്ലാ ചെലവും കഴിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ, അപ്പൊ ഒരു മാസത്തിൽ ഒരു 40-50 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ അടിസ്ഥാന ചെലവ് കഴിച്ചാൽ എത്രയായാലും ഒരു 50 റുപ്യ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 20 റുപ്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ സംഗതി എന്തായാലും നമ്മളുടെയൊക്കെ നിത്യ ചെലവ് കഴിഞ്ഞു. ബാക്കി ആർഭാടങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ, അത് ഇതിൽ കൂട്ടൂല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 ലക്ഷത്തോളം രൂപ ഒരു കൊല്ലത്തിൽ നമ്മുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ 5000 രൂപ, അത്രേ ഉള്ളൂ, 5000 രൂപ അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നമസ്കാരം എന്ന അതിപ്രധാനമായ വിഷയം പഠിപ്പിക്കുന്നതിന്റെ കൂടെയാണ് സക്കാത്ത് എന്നത് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി പറഞ്ഞുതരാം. നിസ്കാരത്തിന്റെ കൂടെ എന്ത് ചെയ്തിട്ടില്ല അറിയോ? നോമ്പ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. നമസ്കാരം പറയുന്നതിന്റെ കൂടെ ഹജ്ജ് എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ നോമ്പും ഹജ്ജും പറഞ്ഞിടത്ത് സമ്പത്ത് പറഞ്ഞിട്ടുണ്ട്. ഏത് ഇബാദത്ത് പറയാന്നുണ്ടെങ്കിലും പണം പറയാതെ അവിടെ നിർത്തിയിട്ടില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ഇബാദത്ത് അല്ലാഹു ഖബൂൽ ചെയ്യണോ, നിങ്ങളുടെ സാമ്പത്തികപരമായ വിശുദ്ധി വളരെ പ്രധാനമാണ്. വലാ തൂക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി എന്ന വാക്ക് ബാത്തിലായ നിലയിൽ നിങ്ങൾ ഒരു പണം പോലും ഉപയോഗിക്കരുത് എന്ന് ഖുർആൻ ഇബാദത്തുകൾ പറയുന്നിടത്തൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശുദ്ധീകരണം പറയുന്നുണ്ട് കൂടെ. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിം നിത്യജീവിതത്തിന്റെ ഭാഗമായി നിർവഹിച്ചു കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. നോമ്പ് വർഷത്തിലൊരിക്കൽ മാത്രം നമ്മളെ തേടി വരുന്നതാണ്. ഹജ്ജ് എന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമ്മെ തേടി വരേണ്ടതാണ്. നിസ്കാരം അങ്ങനെയല്ലല്ലോ.
ആ നിസ്കാരത്തിന്റെ കൂടെയാണ് സക്കാത്ത് പറയണത്. അല്ലേ, അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത വഅഖാമസ്സലാത്ത വആതു സക്കാത്ത്. ഇത് പറയുന്നത് അതിന്റെ പ്രയോഗം എന്തറിയാമോ? നമസ്കാരം പറഞ്ഞതിന്റെ കൂടെ 90% ആയത്തുകളും സക്കാത്ത് ചേർത്തി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട സംഗതി, നമസ്കാരത്തെ പോലെ തന്നെ നിത്യജീവിതത്തിന്റെ ഭാഗമായി നിർവഹിച്ചു പോകേണ്ടതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നുകൂടി ആലോചിച്ച് നോക്കിയേ, ഒരു പ്രദേശത്ത് 100% നിസ്കരിക്കണം നമ്മൾ ആൾക്കാര്. അങ്ങനെ എടുത്തു നോക്കിയാല് ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽ ഒരു 90, ഒരു 85% മുസ്ലിമീങ്ങളും സക്കാത്ത് കൊടുക്കണ്ടേ? ഞാനൊന്നുകൂടി പറഞ്ഞുതരാം. ഒരു മാസത്തിൽ ഒരു വളരെ ചെറിയ നിലക്ക് വരുമാനമുള്ള ആളുകളാണെങ്കിൽ പോലും ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നൊരു പണി എന്തറിയാമോ? നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും, ഞാൻ സാധാരണക്കാരനാണെന്ന് തന്നെയാണ് എന്റെ ധാരണ, ഞാനെന്ത് ചെയ്യും? എന്റെ കൂട്ടുകാരുടെ കൂടെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാന്യമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ടീമായിട്ട് പോകുന്നു. സാധാരണക്കാരനായ ഞാനൊരു 1000-1500 റുപ്യ കൊടുക്കേണ്ടുന്ന ആ ബില്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ തിന്നാണ്ട് ഏതിട്ടാ. ഒരു 1000-1500 ബില്ലാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനും ഒക്കെ ചാടി വീഴും. ഈ നമ്മളുണ്ടല്ലോ അവിടെ 1500 നമുക്ക് പ്രശ്നമല്ല. ആ 1500 അല്ലേ അള്ള നമ്മളോട് പറയണുള്ളൂ, പഠിച്ചോനെ ആ പണം വേറുള്ള ആൾക്കാരതാണ്, അത് ഞാൻ കൊടുക്കട്ടെ നമുക്ക് തോന്നണ്ടേ? നമുക്ക് തോന്നണല്ലോ. നിർബന്ധമായി സക്കാത്ത് കൊടുക്കാതെ നമുക്ക് അല്ലാഹു ബർക്കത്ത് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. അങ്ങനെ തന്നെ എഴുതി വെക്കണം. 5000 റുപ്യ 2 ലക്ഷം റുപ്യ നമുക്ക് വരുമാനം ഒരു കൊല്ലത്തിലെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാത്ത ആൾക്കാരൊന്നും ആവില്ല. വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവന്റെ കഷ്ടപ്പാടുകൾ മുഴുവനും ഈ 2 ലക്ഷത്തോളം വരുമാനമുള്ള ഞാനും തീർക്കും വേണം. ഒരു 10 കൊല്ലം ഒരു നാട്ടിൽ മാന്യമായ നിലയിൽ സംഘടിതമായി സക്കാത്ത് നടത്തിയാൽ ഈ പ്രദേശത്താരും പിന്നീട് സക്കാത്ത് വാങ്ങാൻ ആളുകൾ ഉണ്ടാവൂല. നേരെ നമ്മൾ പഠിക്കണം. ഇസ്ലാമിക സംസ്കാരം അങ്ങനെയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ, 38ാമത്തെ വയസ്സിലാട്ടോ മരിക്കുന്നത്. 2 കൊല്ലം ഇസ്ലാമിക ലോകം ഭരിച്ചിട്ടുള്ളൂ. ഒരു കൊല്ലം കൊണ്ട് തന്നെ വ്യത്യസ്ത നാടുകളിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കാൻ ആളുകളില്ലാതായിട്ട് അവസാനം ഗോതമ്പുകൾ എടുത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് പക്ഷികൾക്കും പറവകൾക്കും കൂടി ഇട്ടുകൊടുക്കാൻ വേണ്ടി പറയാ ഗോതമ്പ്. അതിന്റെ ചരിത്രത്തിൽ പറയണമെന്നറിയാമോ? ഇസ്ലാമിക ലോകത്തൊരു മഹല്ല് സംവിധാനമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, വേറെ ഉള്ളതല്ല പഠിക്കേണ്ടത്. ഒരു ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു മഹല്ല് സംവിധാനമുള്ളിടത്ത് മനുഷ്യന്മാര് മാത്രമല്ല പട്ടിണി കിടക്കാതിരിക്കുക, ഇവിടുത്തെ പക്ഷികളും പറവകളും വരെ സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മാന്യമായിട്ട് ചെലവഴിച്ചാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യം അങ്ങനെയാണ്. അതെങ്ങനെ കൊടുക്കണമെന്നറിയോ? അത് സംഘടിതമായിട്ട് കൊടുക്കണം. നിങ്ങൾ ഇസ്ലാമിക ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കിയേ, അവിടെ എവിടെയും സക്കാത്ത് സ്വന്തം കൊടുത്തതില്ല. പക്ഷേ സ്വതക്കകൾ അങ്ങനെയല്ല, സക്കാത്ത് പരസ്യമായി കൊടുക്കണം. ഇമാം നവവി റഹിമഹുല്ല പറയാ, സക്കാത്ത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് കൊടുക്കണം, സ്വതക്കയോ ആരും അറിയാതെ കൊടുക്കണം. ഇതിന്റെ ഭയം പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നത്, നമുക്ക് സമയമില്ല. സക്കാത്ത് അറിഞ്ഞുകൊണ്ട് കൊടുക്കണം. അറിഞ്ഞുകൊണ്ട് കൊടുക്കണം എന്ന് പറയണം എന്തിനറിയോ? ഇവിടുത്തെ പാവപ്പെട്ടവരുടെ അവകാശം എന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ആ നടക്കണ മുതലാളിയാണല്ലോ അത് എന്ന് നാട്ടിൽ പറയാൻ പാടില്ലല്ലോ. എല്ലാവരുടെ ഹക്കും നിർവഹിച്ചിരുന്നതാണ്. പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന മുതലിനേക്കാളും നമ്മൾ ഒരുപക്ഷെ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? നമ്മൾ സദക്കകൾ കൊടുക്കേണ്ടി വരും. അതങ്ങനെ തന്നെ വേണം താനും. മാത്രമല്ല, അതിനാണ് ഈ തോട്ടക്കാരുടെ കഥ. ദീന് നമ്മളെ ഖുർആൻ വളരെ നല്ല നിലയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയെന്നറിയോ? ചില നമ്മുടെയൊക്കെ മുസ്ലിം ഉമ്മത്തിൽ നിങ്ങൾ ആലോചിച്ചു സങ്കടം തോന്നും നമുക്ക്. വിവാഹ രംഗത്തുള്ള ധൂർത്തുകള് അല്ലെ, നല്ല വഴിയിൽ ചെലവഴിക്കുന്നതിനെ പണമില്ലാത്തതുകൊണ്ടെന്ന് ആർഭാടങ്ങളും ധൂർത്തും പൊങ്ങച്ചങ്ങളും എത്രയാണ് സങ്കടം തോന്നും. ഇപ്പൊ നമ്മളൊക്കെ നിക്കാഹ് നടത്താൻ പ്രസംഗിക്കാൻ വേണ്ടിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടുപോകും. വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? ചെന്ന് നോക്കിയിട്ട് അവിടെ പടച്ചോനെ ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ അങ്ങോട്ട് കയറണോ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകണോ? വിളിച്ചു കൊണ്ടുപോയാൽ മാനം കെടുക്കുന്ന ഒരു അവസ്ഥയാവൂലേ?
അങ്ങനെ കണ്ണു തള്ളിപ്പോകുന്ന സങ്കടപ്പെടുന്ന രംഗങ്ങളുണ്ട്. എത്ര രംഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഇസ്ലാമിക സംഘടനകൾ തന്നെ ഏറ്റവും വലിയ ഒരു വിഭാഗം, ഒരു ഇസ്ലാമിക സംഘടന, പേര് ഞാൻ പറയണില്ല, അവര് പറഞ്ഞത് ഇനി പുറത്തു പോയിട്ട് നിൽക്കാൻ നടത്തി കൊടുക്കൂല, പള്ളിക്കകത്ത് മാത്രമേ നിൽക്കാൻ നടത്തുള്ളൂ, കാരണം അത് ആരും കാണണ്ടല്ലോ എന്നുള്ളതാണ്. അങ്ങനെ പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ആ ഷർറുകളിൽ നിന്നൊക്കെ മുസീബത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പണത്തിന്റെ വിഹിതം വെച്ചുകൊണ്ട് പാവങ്ങളെ നമ്മൾ സഹായിച്ചിരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എവിടെയാണ് ദാരിദ്ര്യം ഉണ്ടാവുക, കഷ്ടപ്പാടുണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ പഠിക്കേണ്ടതറിയോ? നമ്മളുടെ ഈ ദാന മനസ്സിനെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യബോധം തന്നെ വേണം. ചോദിച്ചു വരുന്നവന് പണം കൊടുക്കണമെന്ന് ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ കൊടുക്കണം എന്നതിനും കൃത്യത, സ്വതക്കകൾ കൊടുക്കുമ്പോഴും കാര്യമായി നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കും വെറുതെ പൈസ കൊടുത്തിട്ടില്ല. ഞാനത് വലിയ വിശദീകരണം തരികയല്ല, നിങ്ങൾ അത് മനസ്സിലാക്കാം. ഒരാള് നബിയുടെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സംഭവം കേട്ടിരിക്കും. അയാളെങ്ങനെ നോക്കിയപ്പോ നല്ലൊരു അത്യാവശ്യം ആരോഗ്യമൊക്കെയുള്ള ഒരാളാണ്. എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നബിന്റെ കയ്യിലില്ലല്ലോ, 3-4 ആളുകളുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ടുണ്ടോ? ഇയാൾക്ക് പൈസ ആയിട്ട് കൊടുക്കില്ല, ഒരു മഴു വാങ്ങി കൊടുത്തിട്ട് പറഞ്ഞു, ആ മലന്റെ മുകളിൽ പോയിട്ട് വിറക് വെട്ടിയിട്ട് അങ്ങാടിയിൽ വിറ്റ് പൈസ ഉണ്ടാക്കി 10-15 ദിവസത്തിന് നിന്നെ ഈ വഴിയിൽ ഇനി കാണരുത്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്ത് വരുമ്പോ ഈ തന്ന പൈസ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എന്തറിയാം, ഇയാൾ 15 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. നബി കൊടുത്ത സഹായം കൊടുത്ത് പിന്നെ കുറച്ചും കൂടി സഹായം കൊടുക്കുന്ന വിധത്തിലാണ്. വെറുതെ ഒരാൾക്കും പണം കൊടുക്കരുത്. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്, നല്ല ഇസ്തിരി ഉളിയാത്ത കുപ്പായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിവ് അങ്ങനെ പണം കൊടുക്കരുത്. പക്ഷേ ആവശ്യമുള്ള എത്രയോ പാവങ്ങള് അവിടെ നാട്ടിലുണ്ട്, അവരെ കണ്ടെത്തി നമ്മുടെ സ്വതക്കകൾ എത്തണം. നമ്മുടെ സക്കാത്തിന്റെ വിഭവം അങ്ങനെ നമ്മളല്ല കൊടുക്കേണ്ടത്. അതിന് നമ്മുടെ മഹല്ല് കേന്ദ്രീകരിച്ച് കൃത്യമായി പ്ലാനിങ്ങോടുകൂടി തന്നെ നടത്തുന്ന സക്കാത്ത് സെല്ലുകളുണ്ട്. അവിടേക്ക് നമ്മുടെ പണവും എത്തണം. എന്നിട്ടോ നമ്മൾ കൃത്യമായി നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ദീന് എത്ര സുഭിക്ഷമാണെന്നറിയോ. ഒരാളും വേദനിക്കുന്ന ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് വരുമെന്ന് വെച്ചാൽ, ഹാറൂനിന്റെയും ഹാമാനിന്റെയും ഒക്കെ കഥ ഖുർആൻ നമുക്ക് വെറുതെ പറഞ്ഞു തന്നതല്ല, മണ്ണിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിട്ട് ആ കഥ സൂറത്ത് ഖസസിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. പറയാൻ നമുക്ക് സമയമല്ല, അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. നമ്മുടെ കയ്യിലുള്ള പൈസ കുറച്ചുനേരം നമ്മുടെ കയ്യിൽ പിടിക്കാൻ തന്നിട്ടാണ് ഇന്ന് എന്നുള്ളതാ. ഇപ്പണ്ട് കണ്ണടഞ്ഞാൽ ആ ബാലൻസ് അക്കൗണ്ടിൽ കിടക്കണ ഒക്കെ നാട്യേറതാണ്. അതുകൊണ്ട് നമ്മൾ 6 അടി മണ്ണിൽ കിടക്കുന്ന സമയത്ത് വേദനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാവണം. നന്നായി പ്രാർത്ഥിക്കണം. കയ്യും മനസ്സും പോക്കറ്റും ഒക്കെ ശുദ്ധമാക്കണം. പടച്ച റബ്ബ് നൽകണമെന്നൊരു ബോധം നമുക്കൊക്കെ തന്ന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും ശരീരത്തെയും അല്ലാഹു ശുദ്ധീകരിച്ച് കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്തുള്ളവരാക്കി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ശഅബാൻ മാസത്തിലാണ് ഉള്ളത്. റമളാനിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമ്പത്ത് ഏതൊക്കെ വഴിയിലാണുള്ളത് വെച്ചാൽ അതിൻ്റെയൊക്കെ ബയാൻ ഞാൻ അടുത്ത റുഖ്ബയിലൂടെ കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ഒരു കരുതൽ വെക്കുക. എന്ന് വെച്ചാൽ ആ സമ്പത്തൊക്കെ ഒന്ന് കണക്കാക്കി ശുദ്ധീകരിച്ച് റെഡിയാക്കി വെക്കുക. നന്മയുടെ കാര്യത്തിലേറെ ഉത്സാഹം കാണിക്കുകയും ചെയ്യുക. നമ്മുടെ പക്കലുള്ളത് ഏത് സമയവും അവസാനിക്കാമെന്നൊരു ബോധമുണ്ടാവുക. മാത്രമല്ല, ശഅബാനിന് വേറൊരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിലാണ് കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്ത് റമളാന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇങ്ങനെ ഒരുങ്ങാറുണ്ടായിരുന്നു.
അതിൽ പ്രത്യേകം ഉണർത്തി തരാനുള്ളൊരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോ കഴിഞ്ഞ റമദാനിൽ നമുക്ക് എവിടെയെങ്കിലും വല്ല നോമ്പോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ഓർത്തെടുക്കണം. ഇപ്പൊ നമ്മളൊക്കെ സഹോദരിമാര്, നമ്മുടെമാര്, വീട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കുറച്ച് നോമ്പ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ നഷ്ടപ്പെട്ട നോമ്പ് റമളാനിലേക്ക് കടം ആയി വരാതിരിക്കാൻ ഈ മാസത്തിൽ തന്നെ നമ്മളതിന്റെ പ്രത്യേകം ശ്രദ്ധ കരുതി അത് നോറ്റുകൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ റമളാൻ മാസത്തിൽ കൂടുതൽ ഈ ബിദ്അത്തുകൾ ഇങ്ങനെ നമുക്ക് കാണാം. ആ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവോട് നമ്മൾ നന്നായി അടുക്കണം. പിന്നെ നാട്ടിൽ നമുക്ക് വേറെയും സംഗതികൾ കാണാം. ചേരിതിരിവ്, അസ്വസ്ഥതകള്, വിഭാഗീയതകള് നാട്ടിൽ കനപ്പെട്ടു വരികയാണ്. ആ വിഭാഗീയതകൾക്ക് ഒരു അവസ്ഥയിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടോ പിന്തുണയോ ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ ഈ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാതരം മുസീബത്തുകളിൽ നിന്നും പടച്ചോനെ കാത്തുരക്ഷിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഏത് സമയം അള്ളാഹു നമ്മളെ തിരിച്ചു വിളിച്ചാലും അപ്പൊ നമുക്ക് സമാധാനമുള്ളവരാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി പടച്ചോനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. നന്നായി ഒരുങ്ങുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ ഫളില് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ വീഴ്ചകളെയും പാപങ്ങളെയും വിട്ടുപുറത്ത് മാറ്റി തന്ന് തൽസ്ഥാനത്ത് നന്മകൾ കൊണ്ട് നിറക്കുന്ന മഹാകാരുണ്യം തന്നവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ സാമ്പത്തികപരമായ എല്ലാ ശുദ്ധീകരണം വരുത്തുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് നല്ല അനുഭവം, സന്തോഷമുള്ള സാഹചര്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തോടൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് നമ്മളെയും കുടുംബത്തെയും ഉമ്മത്തിനെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹനെ കണ്ടുമുട്ടാൻ പഠിച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.